ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും ആയിട്ടാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഡിസ്പോസിബിൾ കണ്ടെയ്നറാണ് ഇത്. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡൊക്കെ പാർസലൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നൊരു കണ്ടെയ്നറാണ്. അപ്പോൾ ഞാനിതുപോലെ എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കണ്ടെയ്നറിൽ ലിഡ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഹോൾ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു ഇരുമ്പ് കമ്പി ചൂടാക്കിയതിന് ശേഷം ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കമ്പിയോ കത്തിയോ മറ്റോ ചൂടാക്കിയതിന് ശേഷം ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ അടപ്പിൽ മൊത്തമായിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൻ്റെ സൈഡ് ഭാഗത്ത് കൂടി ഹോൾ ഇട്ട് കൊടുക്കണം. ഇതുപോലെ നമുക്കൊരു 2 ലെയറായിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ മുകളിൽ നിന്ന് 2 ലെയറായിട്ട് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ കണ്ടെയ്നറിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ അടപ്പൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഇൻ കേസ് ബേക്കിംഗ് സോഡ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് കല്ലുപ്പ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ നമ്മുടെ ഈ കപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എസെൻഷ്യൽ ഓയിലാണ്. ഞാനിപ്പോൾ ഇവിടെ റോസ് എസെൻഷ്യൽ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാം. ഏത് സ്മെല്ലാണോ ഇഷ്ടം അതുപോലെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു 7-8 തുള്ളിയോടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ എസെൻഷ്യൽ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കംഫർട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം സെൻട്രൽ ഹാളിലോ ബാത്റൂമിലോ ഒക്കെ വെക്കാവുന്നതാണ്. നല്ലൊരു സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ ഇത് വെച്ച് കഴിഞ്ഞിട്ട് സ്മെല്ല് കുറഞ്ഞെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബേക്കിംഗ് സോഡ മാറ്റേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് എസെൻഷ്യൽ ഓയിൽ ഇട്ടിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു ടിപ്പ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വൈറ്റ് കളർ തുണി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മുണ്ടിൻ്റെ പീസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മുണ്ടിൻ്റെയോ മറ്റോ പീസ് എടുക്കാവുന്നതാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് 2 ചെറിയ സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ഇച്ചിരി വലിപ്പമുള്ള രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ ചെറിയ തുണി നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. ഇതുപോലെ ചുരുട്ടിയെടുക്കുകയാണ്. കയ്യിലിട്ട് തന്നെ നന്നായിട്ട് റൗണ്ടായിട്ട് എടുക്കുകയാണ്. ഇതുപോലെ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത ആ വലിയ തുണിയുടെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ നമുക്ക് കീയുടെ രൂപത്തിലൊന്ന് കെട്ടിയെടുക്കണം. ഇനി ആ റൗണ്ടുള്ള ഭാഗം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് അഴിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതുപോലുള്ള തുണിയുടെ പീസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ ആദ്യത്തെ ഒരു ഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഈ കെട്ടിയ തുണിയുടെ ബാക്കിയുള്ള ഭാഗം നമുക്കിനി ചുറ്റിച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് വേണം ചുറ്റിച്ചു കൊടുക്കാനായിട്ട്. ഇനി അവസാനമായിട്ട് ആ തുണിയുടെ ലാസ്റ്റിലത്തെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം 2 ഭാഗത്തൂടി ഇട്ട് കൊടുത്ത് കെട്ടിക്കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തുണിയുടെ ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള അടപ്പുള്ളൊരു പാത്രമാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് എയർ ടൈറ്റ് കണ്ടെയ്നറാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സ്റ്റീലിൻ്റെയോ മറ്റോ അടപ്പുള്ള ഇതുപോലുള്ള പാത്രം ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പശുവിൻ നെയ്യാണ്. ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കിഴി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നമ്മുടെ ദോശയൊക്കെ ചുടുമ്പോൾ ദോശക്കല്ലിലോട്ട് എണ്ണയൊക്കെ പറ്റി കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം. രാവിലത്തെ ഈ തിരക്ക് പിടിച്ച ടൈമിൽ നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എണ്ണയ്ക്കോ ബ്രഷിനോ തരേണ്ട ആവശ്യമില്ല. ഈ ഒരു കണ്ടെയ്നർ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഈ ഒരു കണ്ടെയ്നർ മാത്രം എടുത്താൽ മതി.
അതുപോലെ ദോശയൊക്കെ ചുട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു കണ്ടെയ്നർ ഇതുപോലെ തന്നെ അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ പിന്നീട് നമ്മൾ ദോശ ഇടുമ്പോൾ ഇതുപോലെ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ യൂസ് ചെയ്യാതെ സ്റ്റീലിൻ്റെ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. ഇതുപോലുള്ള സ്റ്റീലിൻ്റെ കണ്ടെയ്നർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എയർ ടൈറ്റ് കണ്ടെയ്നർ കാണിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾ ഇരുമ്പിൻ്റെ ദോശത്തവയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എണ്ണ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് പശുവിൻ നെയ്യ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ദോശ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. പലപ്പോഴും നമ്മൾ മരുന്ന് കൊടുക്കുന്നത് ഈ ഒരു മെഷറിംഗ് കപ്പിലായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള മെഷറിംഗ് കപ്പിൽ മരുന്ന് കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് കൊടുക്കാനായിട്ട്. ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് അവർ തട്ടുമ്പോഴേക്കും നമ്മുടെ മെഷറിംഗ് കപ്പും മരുന്നും ഒക്കെ താഴെ പോകും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇല്ലാണ്ടാക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഇത് നമ്മുടെ നോർമൽ സിറിഞ്ചാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 1 ml സിറിഞ്ചാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് 5 ml സിറിഞ്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ ഈസി ആയിട്ട് കിട്ടുന്ന ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 5 ml വാങ്ങാം. ഇതുപോലുള്ള സിറിഞ്ച് വാങ്ങിയതിന് ശേഷം അതിൻ്റെ നീഡിൽ ഒഴിവാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ മരുന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് വായിലൊഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലെ പുറത്തേക്ക് എടുത്തിട്ട് കഴുകിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് തിരിച്ച് കഴുകിയതിന് ശേഷം നമുക്ക് തിരിച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന അമ്മമാരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്യൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പ്ലാസ്റ്റിക് കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഡിസ്പോസിബിൾ കപ്പാണ് കേട്ടോ. നമ്മുടെ ഹോട്ടലിൽ ഫുഡൊക്കെ വാങ്ങുമ്പോൾ കിട്ടാറില്ലേ, ആ ഒരു കപ്പ് ഇതുപോലെ കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. ഇത് നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാനിത് റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു പ്ലാസ്റ്റിക് കപ്പാണ്. ഇപ്പം ഞാൻ ഇച്ചിരി വലിപ്പമുള്ള കപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ്ബോർഡിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതുപോലുള്ള ചെറിയ കപ്പ് ഉണ്ടല്ലോ, ആ ഒരു കപ്പൊക്കെ നമുക്ക് ഇതിൻ്റെ ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഇത് എല്ലാ കപ്പും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇത് നമുക്ക് നല്ല ഒരു ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതിലൂടെ കമ്മലൊക്കെ ഇട്ട് വെക്കുകയാണ്. ഇതുപോലെ നമുക്ക് കമ്മലൊക്കെ ഇട്ട് വെക്കാനായിട്ട് യൂസ് ചെയ്യാം. നമുക്കറിയാം നമ്മുടെ കമ്മലൊക്കെ ഒന്നിച്ചൊരു ബോക്സിലായിട്ട് ഇട്ട് വെക്കുമ്പോൾ അതിൻ്റെ സ്റ്റോണൊക്കെ പോയിട്ട് പെട്ടെന്ന് ചീത്തയായി പോവും. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്മൽ എപ്പോഴും നീറ്റായിട്ട് തന്നെ ഇരുന്നോളൂ. അതുപോലെ ഇതിൻ്റെ സെൻട്രലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള വാച്ചോ ബ്രേസ്ലെറ്റോ മാലയൊക്കെ വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കറിയാം ഇതുപോലുള്ള ഓർഗനൈസർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് വലിയ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന ഈ ഒരു ഐറ്റം കൊണ്ട് ഇതുപോലുള്ള നല്ലൊരു ഓർഗനൈസറെ നമുക്ക് പൈസ ഒട്ടും ചിലവാക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറൊക്കെ കിട്ടുകയാണെങ്കിൽ എടുത്ത് വെച്ചോളൂ. ഇതുപോലുള്ള നല്ലൊരു ഓർഗനൈസർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.